ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ തന്നെ കോറൽ ഐലൻഡിലേക്ക് പോകുന്ന ബാലി തായ്പേറിൽ നിന്നാണ് ബാങ്കോക്കിലേക്കുള്ള ബസ് ഉള്ളത്. അപ്പോൾ ആ ബസ്സിൻ്റെ റേറ്റും അതെങ്ങനെയാണ് പോകുന്നതെന്നും പിന്നെ അവിടെ ചെന്നിട്ട് ബാങ്കോക്കിൽ ചെന്നിട്ട് റൂമിലേക്ക് പിടിക്കുന്ന ടാക്സി ചാർജും റൂമിൻ്റെ റേറ്റും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ കാണാം. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നത് ബാലി തായ്പേറുള്ള നമ്മൾ കോലാറാൻ ലൈനിൽ പോയ അതേ ബാലി തായ്പേറിൽ നിന്നുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പിടിച്ചാണ് നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ബാങ്കോക്കിലേക്ക് പോകാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ബീച്ച് സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ വഴികളും കാഴ്ചകളും എല്ലാം നമുക്ക് ഇതാണ് ഇത്രയും ദിവസം താമസിച്ച സിറ്റി സ്പോട്ട് എന്ന് പറയുന്ന ഹോട്ടൽ. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പട്ടായ ജനറൽ ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയാണ്. ആ നീലയും വെള്ളയും അടിച്ച കെട്ടിടമാണ് പട്ടായ ജനറൽ ഹോസ്പിറ്റൽ. അതും നോക്കി വന്നാൽ മതി, ഈ ഹോട്ടൽ കിട്ടും. വളരെ നല്ല ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഇവിടെ ബൈക്ക് ടാക്സിയെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അതല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇങ്ങനെ തുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുവഴി നമുക്ക് ബാലി തായ്പേറിലേക്ക് പോകാം. അല്ലെങ്കിൽ ഒരു കുറുക്ക് വഴിയുണ്ട്, നടന്നു പോകാം. നടന്ന് കാഴ്ചകൾ കണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു മണി എക്സ്ചേഞ്ചും ഉണ്ട്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് പട്ടായ ബീച്ചിലേക്കുള്ള ഒരു കുറുക്ക് റോഡ്, ഞാൻ കഴിഞ്ഞ ദിവസം പട്ടായ ബീച്ച് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ താമസിക്കുന്ന റോഡിൽ നിന്ന് 200 മീറ്റർ മാറിയുള്ള ഒരു കുറുക്ക് വഴിയെക്കുറിച്ച്. ആ റോഡിലൂടെ ഇപ്പോൾ പട്ടായ ബീച്ചിൽ വന്നിരിക്കുകയാണ്. പട്ടായ ബീച്ചിലെ രാത്രി കാഴ്ചകളും പകൽ കാഴ്ചകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? പകൽ വിജനമാണ്. വളരെ കുറച്ച് ആളുകളെ പകൽ സമയത്ത് ഈ സമയത്തൊക്കെ ഇവിടെ ഇറങ്ങുകയുള്ളൂ. വളരെ കുറച്ച് പേര് മാത്രമേ നടക്കാനും കാഴ്ച കാണാനും ഒക്കെ ഈ സമയത്തൊക്കെ ഇറങ്ങുള്ളൂ. രാത്രിയാണ് ഇവിടെ ആൾ കൂടുതൽ. രാത്രിയിലെ ആഘോഷം ബഹളമൊക്കെ കഴിഞ്ഞ് മിക്കവരും വിശ്രമിക്കുന്ന സമയമായിരിക്കും. വളരെ കുറച്ച് ആൾക്കാരെ നടക്കാനൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ സോങ്ക്രാൻ ഫെസ്റ്റ് തുടങ്ങിയതുകൊണ്ട് തദ്ദേശീയരായ കുറച്ച് പേര് കൂടുതലായിട്ടുണ്ട്. വിദേശ സഞ്ചാരികൾ ഇപ്പോൾ ഈ സമയത്ത് കുറവാണ്. രാത്രിയിലെ കാഴ്ചകളും പകൽ കാഴ്ചകളും തമ്മിലുള്ള വ്യത്യാസം കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വഴി ഇപ്പം നടന്നു പോകാമെന്ന് കരുതിയത്. അതല്ല, ഒരു 60 രൂപ എടുത്ത തുക്തുക്കിൽ കയറി നമുക്ക് ഈ വാക്കിംഗ് സ്ട്രീറ്റിൽ എത്താവുന്നതാണ്. 60 രൂപയല്ല, 60 ബാത്ത്, ഏകദേശം നമ്മുടെ 120 രൂപയോളം വേണ്ടി വരും ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഇവിടം വരെ തുക്തുക്കിൽ വരാൻ. അതും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങനെ വന്നത്. ഇപ്പം അതായത് കണ്ടോ, വാക്കിംഗ് സ്ട്രീറ്റിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പകൽ സമയത്ത് മാത്രമേ ഇതിൽ വാഹനങ്ങളുള്ളൂ. വൈകിട്ട് 4 മണിക്ക് ശേഷം ഇതുവഴി വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. അപ്പോൾ പകൽ സമയത്ത് ഇതുവഴി തായ്പേറിലെത്താനുള്ള ഒരു ബെസ്റ്റ് കുറുക്ക് വഴിയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റിലൂടെയുള്ള വഴിയെന്ന് പറയുന്നത്. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കണ്ടവർക്കെല്ലാം നല്ല മനസ്സിലേക്ക് കാണും, കാണാത്തവരൊന്നുകൂടെ പോയി കാണുക. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്റ്റാളുകളെല്ലാം പകൽ സമയങ്ങളിൽ അടഞ്ഞു കിടക്കും. അതായത് പബ്ബ്, ക്ലബ്ബ്, റെസ്റ്റോറൻറ്റ്, വാക്കിംഗ് സ്ട്രീറ്റിൽ ഒരു ഇതും പകലിൽ ഓപ്പൺ ആയിരിക്കില്ല. കുറച്ച് ക്ലീനേഴ്സ് മാത്രം അവിടെ എവിടെയും കാണുമെന്നല്ലാതെ ആരും അതിനകത്ത് ഒരു അനക്കം ഉണ്ടാവില്ല, ലൈറ്റും വേളമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം അടച്ചു കിടക്കും. കാരണം പകൽ ഇവിടെ തുറന്നിരിക്കുന്നത് ഇല്ലീഗലാണ്. വൈകിട്ട് 4 മണിക്ക് ശേഷമേ അതൊക്കെ തുറക്കുകയുള്ളൂ. വൈകിട്ട് 4 മണിക്ക് ശേഷം ഇതുവഴി വണ്ടി കടത്തിവിടത്തുമില്ല. ഇപ്പം നമ്മുടെ ബാലി തായ്പേറിലേക്ക് നമ്മൾ പട്ടായ ബീച്ചിൽ നിന്നോ മറ്റു സൈഡിൽ നിന്നോ പറയുമ്പോൾ 1.5-2 കിലോമീറ്ററോളം എടുക്കും. പക്ഷേ ഇതൊരു കുറുക്ക് വഴിയാണ്. പെട്ടെന്ന് തന്നെ ബാലി തായ്പേറിലെത്താനുള്ള എളുപ്പമാർഗ്ഗമാണിത്. അപ്പോൾ ഈ സമയം ആയതുകൊണ്ട് തന്നെ അധികം കടകളും സ്റ്റാളുകളും ഒന്നുമില്ല. പിന്നെ ഇവിടെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ തുറന്ന് ആൾക്കാരൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. കൂടുതലും ബാങ്കോക്കിലേക്കും ബാലി തായ്പേറിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ബാങ്കോക്കിലേക്ക് ഈ സമയത്തുള്ള ബസ്സുകൾ വിളിച്ചാൽ നമുക്ക് ഉച്ചയ്ക്കുള്ളിൽ ബാങ്കോക്കിലെത്താവുന്നതാണ്. ഇപ്പോൾ ബാലി തായ്പേറിലെ പട്ടായ സിറ്റി സെൻറ്റർ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഇടതുവശത്തുമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു 80 ബാത്ത്, ഒരാൾക്ക് 80 ബാത്ത് കൊടുത്താൽ നമുക്ക് പട്ടായയിൽ നിന്ന് ബാങ്കോക്കിലേക്ക് എത്താൻ സാധിക്കും.
അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് നോക്കാം. ആ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇതാ ഇവിടാണെന്ന് കാണിച്ചു തന്നു. അതാ ഇവിടെ യൂണിഫോം ഒക്കെ ഇട്ട 2-3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. ചിലപ്പോൾ ബസ്സിൽ ജീവനക്കാരായിരിക്കും. അവിടെ ഒരു കൗണ്ടറിൽ ഒരാളിരിപ്പുണ്ട്. അതുകൂടാതെ ഒരു ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ മോച്ചിറ്റിൽ ഇറങ്ങാം, മോച്ചിറ്റ് BTS ബസ് സ്റ്റേഷനിലും മോച്ചിറ്റിലും രണ്ടിടത്തും ഇറങ്ങാം, രണ്ടിടത്തും സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ മോച്ചിറ്റിലേക്കാണ് എടുത്തത്. അപ്പോൾ മോച്ചിറ്റിലേക്ക് പോകേണ്ടവർ ആരൊക്കെയാണെന്ന് കണ്ടക്ടർ അന്വേഷിച്ച് വെക്കുന്നുണ്ട്. മോച്ചിറ്റിൽ പോകുന്നവർ കൈപൊക്കാൻ പറയുന്നു. ഞങ്ങൾ കൈപൊക്കി. അപ്പോൾ മോച്ചിറ്റിൽ ഇറങ്ങാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ബാങ്കോക്കിലേക്ക് കയറി കേട്ടോ വണ്ടി. ആ കാഴ്ചകൾ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. വലിയ വലിയ കെട്ടിടങ്ങളും ഒരുപാട് വാഹനങ്ങളും തിരക്കും കാണുമ്പോൾ തന്നെ ബാങ്കോക്ക് നഗരത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരുപാട് ഫ്ലൈ ഓവറുകളുണ്ട്, ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന വഴികളുമുണ്ട്. അപ്പോൾ അത് ആ മോച്ചിറ്റിൽ ബസ് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയ ബസ് ഇങ്ങനെ ആൾക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ BTS ബസ് സ്റ്റേഷനിലും മോച്ചിറ്റിലും ഇറങ്ങാം. BTSൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ മോച്ചിറ്റിൽ ഇറങ്ങിയത്. ഇവിടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടാണ് മോച്ചിറ്റിലെ ബസ് സ്റ്റേഷനുള്ളത്. പബ്ലിക് ബസ് സ്റ്റേഷനാണ് ഈ വലതുവശത്തായിട്ട് കാണുന്നത്. അവിടെ പബ്ലിക് ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് വന്നാൽ അവിടെ 5 പാത്ത് കൊടുത്താൽ നമുക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം. ഏതായാലും എല്ലാം ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നതിന് ശേഷം ഒരു ടാക്സി വിളിച്ച് 8 കിലോമീറ്റർ കൊണ്ട് ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് 8 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ടാക്സിക്കാരോട് വില ചോദിച്ചപ്പോൾ 450 പാത്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൈ ഓവർ കയറി അപ്പുറത്തിറങ്ങി നോക്കട്ടെ, എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. BTS ടെർമിനലിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറേ നടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ ഈ ഫ്ലൈ ഓവർ കയറി അപ്പുറത്തിറങ്ങി നോക്കാം. ഈ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ നല്ല 6 വരി വലിയ നീളത്തിലുള്ള റോഡുകളാണ്. 6 വരി പാതയാണ്. അതിന് കുറുകെയുള്ള ഫ്ലൈ ഓവറാണ്. ഇവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ഇതുണ്ടെങ്കിലും റോഡിലേക്ക് ഇറങ്ങി ക്രോസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിവിടെ ഒഫൻസാണ്. നമ്മൾ എത്രയാണെങ്കിലും നടന്നു വന്ന് ഈ ഫ്ലൈ ഓവറിലൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. എന്തുവല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നടന്ന് 3 ഭാഗത്തേക്ക് ഇറങ്ങാമെന്ന് തോന്നുന്നു. ഇവിടെ അപ്പുറത്തും വലിയ ഫ്ലൈ ഓവറുകളൊക്കെ കാണുന്നുണ്ട്. അതെങ്ങോട്ട് പോകുന്ന വഴിയാണെന്നൊന്നും അറിഞ്ഞൂടാ. ഈ പാലം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഫ്ലൈ ഓവർ പാലം നടപ്പാതെ തന്നെയാണ്, നടക്കാനുള്ളതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വണ്ടികളെല്ലാം 100 വെച്ച് ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. ചില ടാക്സികളൊക്കെ അവിടെ ക്യൂ കിടക്കുന്നുണ്ട്. ഈ സ്പീഡോടെ ഈ വണ്ടി പോകുന്നതുകൊണ്ട് തന്നെയാണ് ഇതുവഴി ക്രോസ് ചെയ്യാൻ പാടില്ലാത്തത്. അവിടെ നിന്ന് ബസ്സും ഒക്കെ തിരിഞ്ഞു വരുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തേക്കും വലത്തേക്കും ഇറങ്ങാം. വലത്തോട്ട് ഇറങ്ങിയാൽ നമ്മൾ ആ ഒരു വരി കടന്ന് ഇപ്പുറത്തെ റോഡിലെത്തും. വലത്തോട്ട് തിരിഞ്ഞാൽ അപ്പുറത്തുള്ള വരിയിൽ അതിനപ്പുറത്ത് അതാ അടുത്ത റോഡിലേക്ക് ഇറങ്ങാനുള്ള ഫ്ലൈ ഓവറാണ്. നമ്മളിപ്പോൾ ഈ വലത്തേക്ക് ഇറങ്ങുവാണ്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെയും ടാക്സികൾ കിടപ്പുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ 150 പാത്താണ് 8 കിലോമീറ്ററായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ആ ടാക്സി തന്നെ വെച്ചു. അതിലേക്ക് കയറി. ഇവിടെ നിന്ന് എക്കോട്ടടുത്ത ഹോട്ടലിലേക്കാണ്. ഇവിടെ ഇൻട്രാ സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. അങ്ങോട്ട് അതിനടുത്തായിട്ടാണ് എക്കോട്ടൽ ഹോട്ടൽ. ഇൻട്രാ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ ഒരു ഏരിയയാണ്. ഇതാണ് ഡ്രൈവർ ആശാൻ. ഇതിൽ സ്റ്റീരിയോയിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ്, യൂട്യൂബിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ നല്ലപോലെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധ ഒന്നും തെറ്റിയല്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് 8 കിലോമീറ്റർ ഉണ്ട്.
ഇതാണ് ഇൻട്രാ സ്ക്വയർ. ഇവിടെ ഞങ്ങൾ ആ ടാക്സി ഇറങ്ങി. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബോർഡുകൾ നമുക്ക് മുന്നിലായുണ്ട്. ശ്രീഭവൻ കണ്ടോ, അതുപോലെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഈ ഭാഗം മൊത്തം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ. പോരാത്തത് ഇൻട്രാ സ്ക്വയറിൻ്റെ കെട്ടിടമാണ് ഈ ഇടതുവശത്ത് വലതുവശത്ത് കാണുന്നത്. അതിനകത്ത് മുഴുവൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ്. ഇപ്പോൾ ടാക്സി ഒന്ന് ഇറങ്ങിയുള്ളൂ. അടുത്ത ടാക്സിക്കാരൻ വിളിക്കുന്നത് വാ 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 എന്നുള്ളത്. ഇതായതുകൊണ്ട് ഇവിടുത്തെ ബസ്സുകളൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. എനിക്ക് ഇവിടുത്തെ ബസ്സുകൾ ഒരുപാട് ഇഷ്ടമായി. എല്ലാം ഒരുപോലത്തെ ഇങ്ങനെ ഡബിൾ ഡെക്കർ ബസ്സുകളാണ് കൂടുതലും. താഴെ ഇത് വയ്ക്കാനുള്ള സൗകര്യങ്ങളും മേളിൽ ആൾക്കാർ ഇരിക്കാനുള്ളതും. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ കാണാൻ നമ്മുടെ നാട്ടിൽ എന്നാണ് ഇതുപോലത്തെ ബസ്സൊക്കെ വരിക അവർക്കറിയാം. അപ്പോൾ അത് ഇവിടെയും ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് മാറി ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ ഇത് കാണുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളാണ്. എല്ലാം നോർത്ത് ഇന്ത്യൻസ് ഉണ്ടവർ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു കൂടുതൽ. പിന്നെ ഇവിടുത്തെ തുക്തുക്ക് കണ്ടോ, നമ്മുടെ പട്ടായത്ത് കണ്ട തുക്തുക്കിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ ഇവിടുത്തേത്. റേറ്റും നല്ല വ്യത്യാസമുണ്ട്. നല്ല റേറ്റാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഡൽഹി ദർബ, ദി ടേസ്റ്റ് ഓഫ് ഇന്ത്യ, ചട്ടിവാല. എന്തായാലും മറാഠിയുള്ളവരൊക്കെ നടക്കുന്ന ഓരോരുത്തരും ഓരോ ടേസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരവരുടെ ടേസ്റ്റ്, ഇഷ്ടമുള്ള ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കയറി കഴിക്കാവുന്നതാണ്. നേരെ കാണുന്ന ഒരു പച്ച പന്തൽ പോലുള്ള ഇതുണ്ടോ, നമ്മുടെയൊക്കെ ബസ് കാത്തു വയ്ക്കുന്ന ഏരിയയൊക്കെ നമ്മൾ ഷീറ്റ് ഇട്ടല്ലേ കെട്ടുന്നത്. ഇവിടെ ആണെങ്കിൽ കമ്പി കഴുകിയിട്ടിട്ട് അതിനകത്തേക്ക് ഒരു പച്ച ചെടി ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുക. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് പച്ചില പന്തൽ പോലെ ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇടത്ത് കൂടെ കടന്ന വഴി കൂടി ഒരു 500 മീറ്റർ നടന്നു കഴിയുമ്പോൾ അതാ എക്കോട്ടൽ ഹോട്ടലെത്തും. ഇതാണ് എക്കോട്ടൽ ഹോട്ടലിൻ്റെ ഇത്. ഇവിടുന്ന് ഇതിൻ്റെ മുൻവശത്തേക്ക് ഉള്ള റോഡാണിത്. ഈ ഭാഗത്തായിട്ടാണ് റിസപ്ഷൻ. ഇപ്പോൾ ഏകദേശം 12 മണിയായി. ഒന്ന് ഫ്രഷപ്പായിട്ട് കാണാം. ഹായ്, ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ എക്കോട്ടൽ ഹോട്ടൽ. അപ്പോൾ ഈ കാണുന്ന എക്കോട്ടൽ ഹോട്ടലിലാണ് ഇന്ത്യക്കാരും മലയാളികളും ഒരുപാട് വരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ 12 മണി ആയതേ ഉള്ളൂ. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 PM, അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് തരുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാർ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. വാ പോവാം. ഇത് ഈ കാണുന്നതാണ് റിസപ്ഷൻ. ഈ ഭാഗത്തായിട്ട് കാണുന്നതാണ് കഫ്റ്റീരിയാണ്. ആ ഭാഗത്ത് കണ്ണാടിക്ക് അപ്പുറം കാണുന്ന ഭാഗം. പിന്നെ ഇവിടെ റെസ്റ്റ് റൂംസ് ഉണ്ട്. ഇതുപോലെ ചെക്ക് ഇൻ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നവർക്ക് റെസ്റ്റ് റൂംസ് ഉപയോഗിക്കാം. ഞാൻ അവിടെയാണ് ഒന്ന് ഫ്രഷപ്പ് ആയത്. ഒരുപാട് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടിരുന്ന ഒരുപാട് പേര് വന്ന് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡബിൾ റൂമിനെന്ന് പറയുന്നത് 1200 ബാട്ടാണ് 1 ഡേയ്ക്ക്. ഇവിടെ രാജ ആ കുടുംബത്തിൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന നല്ല വർക്കൊക്കെ ചെയ്ത നല്ലൊരു റിസപ്ഷനാണ്. ഇവിടെ റിസപ്ഷനിസ്റ്റുകൾ അവരുടെ ചെക്കിങ്ങിനുള്ള പ്രോസസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതിൻ്റെ ഇതൊക്കെ വാങ്ങിയിട്ട് അവർ പാസ്പോർട്ടൊക്കെ വാങ്ങി ഇതൊക്കെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഇത് ലഗേജൊക്കെ ഇവിടെ കൊണ്ട് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ലിഫ്റ്റ് ഉള്ളത്. ഇവിടെ കഫ്റ്റീരിയയിൽ രാവിലെ അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ആ റിസപ്ഷനുള്ള ഇതെല്ലാം ഓരോന്ന് പുരോഗമിക്കുകയാണ്. ഇതിന് കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേ ഉള്ളൊരു പ്രോബ്ലം. ഏകദേശം വരാൻ താല്പര്യമുള്ള 1-1.5 മണിയോടെ വരുന്നതായിരിക്കും നല്ലത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ 12:15 ആവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ സമയം മറ്റു രാജ്യങ്ങളുടെ സമയമൊക്കെ ക്ലോക്കിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ വേഷവിധാനങ്ങൾ വെളിയിലുള്ളവരെ കാണുമ്പോൾ അറിയാം മലയാളികളാണ് കൂടുതലും. നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. അങ്ങനെ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് കിട്ടി. 5th ഫ്ലോറിലാണ് റൂം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാണ്.
ലിഫ്റ്റ് തുറന്നു. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. 5th ഫ്ലോറിലാണ്. 509 റൂം നമ്പറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെ നാട്ടുവിസ ബുക്ക് ചെയ്തതാണ്. നമ്മൾ റൂം ബുക്ക് ചെയ്താലേ ഇവിടെ വിസ കിട്ടുള്ളൂ. വിസയ്ക്ക് റൂമിൽ ഇത് കൊടുക്കണം. അങ്ങനെ ബുക്ക് ചെയ്തതാണിത്. ഇവിടെ ഇത് നോ സ്മോക്കിംഗ് ഹോട്ടലാണ് കേട്ടോ. ഇവിടെ സ്മോക്കിംഗ് ചെയ്താൽ 2000 ബാത്താണ് പിഴ. അതുകൊണ്ട് അങ്ങനെയുള്ള ശീലങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇത് 5th ഫ്ലോറിലാണ് കാണുന്നത്. ഇവിടുത്തെ മിക്ക ഫ്ലോറുകളും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ 509 നമ്പറാണ് റൂം. അപ്പോൾ 509 നമ്പറിൽ റൂം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. ഇവിടെ ഓരോ ഇതിനും 501 മുതലാണ് നമ്പർ കിടക്കുന്നത് കേട്ടോ. 509 നമ്പർ റൂമെത്തി. റൂം തുറന്ന് റൂമിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഡബിൾ സൈസ് റൂമാണ്. നല്ല സൗകര്യമൊക്കെ ഉള്ള റൂമാണ് കേട്ടോ. നല്ലൊരു ഫാമിലി സൈസ് കോട്ട് കട്ടിലുണ്ട്, ഒരു ചെയറുണ്ട്, ഒരു ടീപോയ് ഉണ്ട്, 2 സൈഡിലും ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കയറിയ ഉടനെ തന്നെ ആ ചങ്ങലയിട്ട് അതൊന്ന് ഡോറ് ലോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആ വെന്റിലേഷൻ AC ആണ്. വെന്റിലേഷൻ പോലുള്ള AC ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 2 കുപ്പിയിൽ ചില്ലുകുപ്പിയിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഇലക്ട്രിക് കെറ്റിലുണ്ട്. ഈ സാധനങ്ങളൊക്കെ വെക്കാൻ, ലഗേജൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതാ TV ഉണ്ട്. ഇവിടെ ഒരു ജനൽ കാണുന്നുണ്ട്. പക്ഷെ ജനൽ ക്ലോസ്ഡ് ആണ് കേട്ടോ, തുറക്കാൻ പറ്റില്ല. പുറത്തോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചകളോ കുറേ കെട്ടിടങ്ങളോ മാത്രമേ ഉള്ളൂ. താഴേക്കൊരു ചെറിയ റോഡ് പോലെയും കാണുന്നുണ്ട്. വേറെ കാഴ്ചകളൊന്നുമില്ല. അതുകൊണ്ട് ഇത് തുറന്നാലും വലിയ ഗുണമൊന്നുമില്ല. പിന്നെ അത് സേഫ്റ്റിക്ക് വേണ്ടിയാന്ന് തോന്നുന്നു ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ബാത്റൂം ഇതാണ്. ഒരു വാഷ് ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ ഹെയർ ഡ്രൈ ചെയ്യാനുള്ള ഇത് കുത്താനുള്ള സ്ഥലമുണ്ട്. പിന്നെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ തിരിച്ചിരിക്കുകയാണ് ഇവിടെ. വാഷ് ഏരിയ പ്രത്യേകം തിരിച്ചിരിക്കുകയാണ്. അതിന് കേഷൻസ് വെച്ചിട്ടുണ്ട്. കാരണം ഹോട്ട് വാട്ടർ ആയിരിക്കും അതിനകത്തോട് വരുന്നത്. ഇത് നല്ല നീളം ടവലുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബാത്റൂമാണ് കേട്ടോ. നല്ല സൗകര്യമുണ്ട്. റൂം 1200 രൂപയ്ക്ക് മോശമൊന്നുമില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ AC-യുടെയും ഫാനിൻ്റെ ഒക്കെ സ്വിച്ച് കേട്ടോ. ഈ രീതിയിലാണ് ഇവിടുത്തെ സ്വിച്ചും റിമോട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. ഫാന്, ലൈറ്റ് ഇതിൽ ചേച്ചാണ് ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യുന്നത്, AC-യുടെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ. പിന്നെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റിസപ്ഷനിൽ വിളിച്ച് സംസാരിക്കാം. ഏതെങ്കിലും നമ്പർ വേണേൽ എഴുതി വെക്കാനുള്ള പേപ്പറും പേനയൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു ഹോട്ടലും നല്ലൊരു റൂമുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.